അവളുടെ നഗ്നമായ ശരീരത്തിൽ നിന്നും ഒലിച്ചു വീണ ചുടുചോരയുടെ ഗന്ധം അയാളെ മത്തു പിടിപ്പിച്ചിരുന്നു. രക്തം ഊറ്റി കുടിക്കുന്ന ചെന്നായയെപ്പോലെ അയാൾ കണ്ടു രസിച്ചു. നീ ഒരു സുന്ദരി തന്നെ, എത്ര കണ്ടാലും മതിയാവാത്ത സൗന്ദര്യം. കയ്യിൽ കരുതിയ മദ്യക്കുപ്പി ആർത്തിയോടെ വലിച്ചു കുടിച്ച് അയാൾ പറഞ്ഞു. ഇനി പോയി കിടന്നു, എനിക്ക് നാളെ ജോലിക്ക് പോകണം. അഴിഞ്ഞു വീണ വസ്ത്രങ്ങൾ നുള്ളിപ്പെറുക്കി അവൾ പതിയെ നടന്നകന്നു. മദ്യലഹരിയിൽ ആയതുകൊണ്ടാവാം അയാൾ അപ്പോൾ തന്നെ ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. മുറിയിൽ നിന്നും പുറത്തിറങ്ങി രാത്രിയുടെ മറവിൽ അവൾ പൊട്ടിക്കരഞ്ഞു. കൈകളിലും കാലുകളിലും രക്തം നിന്നിരുന്നില്ല. അവളുടെ കണ്ണീരിൽ നെറുകെ തൊട്ടിരുന്ന സിന്ദൂരം ഒലിച്ചിറങ്ങി. അയാളുടെ ദർശന സുഖത്തിന് മാത്രം ഉപയോഗിച്ച് വലിച്ചെറിയുന്ന ഉപകരണമായി അവൾ മാറിക്കഴിഞ്ഞിരുന്നു. എന്തിനാണ് നിങ്ങൾക്ക് ഇപ്പോൾ വിവാഹമോചനം? വക്കീലിന്റെ അതിശക്തമായ ചോദ്യം കേട്ടാണ് താൻ ഞെട്ടി ഉണർന്നത്. പറയാൻ വാക്കുകളില്ലാതെ ഞാൻ പകച്ചു നിന്നു. എല്ലാവരുടെയും കണ്ണുകൾ എന്നിലേക്ക് തന്നെ ഉറ്റുനോക്കിയിരുന്നു. ഒരു പക്ഷേ എന്നിൽ നിന്നവർ ഒരിക്കലും ഒരു ഡിവോഴ്സ് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. മറ്റുള്ളവർക്ക് പറഞ്ഞു ചിരിക്കാൻ, പരിഹാസ കഥാപാത്രമാവാൻ താല്പര്യമില്ലാത്ത കൊണ്ടാവും ഒന്നും പറയാൻ എൻ്റെ മനസ്സനുവദിച്ചില്ല. ഇത്രയും നല്ലൊരു ചെറുക്കനെ ഉപേക്ഷിക്കണമെങ്കിൽ ഉറപ്പായും വല്ല കാമുകന്മാരുടെ കൂടെ ഒളിച്ചോടാനാവും. ഉറപ്പാ. ഇപ്പോഴത്തെ പെൺപിള്ളേരല്ലേ, കല്യാണമൊക്കെ ഒരു നേരം പോക്ക് മാത്രമാണ്. ആളുകളുടെ അടക്കം പറച്ചിലും കുറ്റപ്പെടുത്തലുകളും എൻ്റെ കാതുകളിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. അച്ഛൻ്റെയും അമ്മയുടെയും മുഖം ഉയർന്നിരുന്നില്ല. തല കുനിച്ച് ആരെയും നോക്കാത്ത ഒഴിഞ്ഞുമാറി കോടതിയുടെ ഒഴിഞ്ഞാറ്റത്ത് എനിക്ക് അവരെ കാണാമായിരുന്നു. എന്നെ മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നെങ്കിലും ഇത്ര ചെറുപ്പത്തിലെ ബന്ധമൊഴിയുന്ന എന്നെക്കുറിച്ച് മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് അവർ ആശങ്കപ്പെടുന്നുണ്ടാവും. എൻ്റെ വക്കീൽ സാറേ, അവളുടെ പ്രശ്നം വേറെയാ. തിരക്കുകൾക്കിടയിൽ ഇവളെ വേണ്ട വിധം ശ്രദ്ധിക്കാൻ എനിക്കായെന്ന് വരില്ല. എന്നാലും കേവലം സുഖത്തിൻ്റെ പേരിൽ ഡിവോഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ജീവിതത്തിന് വേണ്ടി നെട്ടോട്ടമോടുന്ന പുരുഷന്മാർ ഇതല്ല, ഇതിനപ്പുറം അനുഭവിക്കണം. മറ്റുള്ളവരുടെ മുൻപിൽ തന്നെ മോശക്കാരിയാക്കി തൻ്റെ ഭർത്താവ് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഒരു ഭർത്താവിനും തൻ്റെ ഭാര്യയെ ഇത്ര മനോഹരമായി ചിത്രീകരിക്കാൻ കഴിയില്ലെന്ന് ഞാൻ മനസ്സിലോർത്തു. ആളുടെ പുച്ഛം നിറഞ്ഞ നോട്ടത്തിലൂടെ അയാൾ ഉദ്ദേശിച്ചത് ഭംഗിയായി പൂർത്തിയാക്കാൻ അയാൾക്കായെന്ന് എനിക്ക് മനസ്സിലായി. മറുത്തൊന്നും പറയാൻ എന്തോ എനിക്കുമായില്ല. എന്നിൽ നിന്നും മറുപടിയൊന്നും കിട്ടാത്തത് കൊണ്ടാവും കോടതി തനിയെ സംസാരിക്കാൻ എനിക്കൊരവസരം തന്നത്. ഒഴിഞ്ഞ മുറിയിൽ ഞാനും ജഡ്ജിയും മാത്രമായി. നിശബ്ദതയെ കീറിമുറിച്ച് അയാൾ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പ്രശ്നം? ചോദ്യം മുഴുവിക്കുന്നതിന് കാത്തുനിന്നില്ല. ഞാൻ പറഞ്ഞു, ഇനി വയ്യ. ഈ ബന്ധം തുടരാൻ എനിക്ക് ആവില്ല. താൻ അനുഭവിക്കുന്നതൊരു പക്ഷേ ആരും വിശ്വസിക്കില്ല. എന്നാലും ഈ ക്രൂരത സഹിക്കാൻ വയ്യ. തന്നിലെ സ്ത്രീയുടെ നഗ്നത മാത്രം കണ്ട് രസിക്കുന്ന ഒരാളുടെ ഭാര്യയായി കഴിയാൻ ഇനിയും എനിക്ക് വയ്യ. എൻ്റെ ശബ്ദം ഉയർന്നിരുന്നു. കണ്ണീരിൻ്റെ ശക്തി കൂടി. കല്യാണം കഴിഞ്ഞിട്ട് 1 മാസം പോലും തികഞ്ഞിട്ടില്ല. ഒരു ജന്മം കൊണ്ട് അനുഭവിക്കേണ്ടത് 1 മാസം കൊണ്ട് തന്നെ അനുഭവിച്ചു തീർന്നിരിക്കുന്നു. ഇനി വയ്യ. വന്യമൃഗങ്ങൾ പോലും ഇത്രയും ക്രൂരത കാണിക്കില്ല. ഓർമ്മകൾ പിന്നോട്ട് പോകുന്ന പോലെ. ഏറെ ആഘോഷമാക്കി തീർത്ത കല്യാണം. അച്ഛനും അമ്മയും ബന്ധുക്കളും ചേർന്ന് കണ്ടുപിടിച്ച ചെക്കൻ. കാണാൻ സുന്ദരൻ, നല്ല ജോലി, വിദ്യാഭ്യാസം, നല്ല കുടുംബവും. ഒറ്റ മകളായ തനിക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ചെറുക്കൻ. ഒരു പിടി നല്ല സ്വപ്നങ്ങൾ പേരിയാണ് ഞാൻ ആ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചത്. എന്നാൽ കല്യാണം കഴിഞ്ഞുള്ള ആദ്യ ദിനങ്ങളിൽ ഭർത്താവിൻ്റെ ഒഴിഞ്ഞുമാറ്റം തന്നെ ഒരുപാട് വിഷമിപ്പിച്ചിരുന്നു. പുതിയ സന്തോഷമാർന്ന ജീവിതം കൊതിച്ച് തന്നെ അവഗണനയോടെ മാത്രം അയാൾ കാണുമ്പോൾ എല്ലാ ജീവിതങ്ങളും തുടങ്ങുമ്പോൾ ഇങ്ങനെയാകുമെന്നോർത്ത് താൻ തള്ളി നീക്കി. നല്ലൊരു ഭാര്യയാവാനും അതിലുപരി നല്ലൊരു മരുമോളാവാനും ഞാൻ ശ്രമിച്ചിരുന്നു. എല്ലാവർക്കും തൻ്റെ ഭർത്താവിനെ കുറിച്ച് നല്ലത് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. എനിക്കും തികച്ചും മാന്യൻ. തേച്ചുമിനുക്കിയ വസ്ത്രത്തിനിടയിലെ കരിപുരണ്ട അയാളുടെ ഹൃദയം മാത്രം ആരും മനസ്സിലാക്കിയിരുന്നില്ല. മാനസികമായോ ശാരീരികമായോ അടുക്കാൻ ഞങ്ങൾക്കായില്ല. ഓരോ ദിവസം കഴിയുന്തോറും അയാളുടെ സ്വഭാവം മാറി മറിഞ്ഞു. ഇരുട്ടിൻ്റെ മറവിൽ ഭർത്താവിൻ്റെ അധികാരം ഉപയോഗിച്ച് തൻ്റെ നഗ്നത മാത്രം കണ്ടു രസിച്ച് അയാൾ ഭ്രാന്തനെ പോലെ പൊട്ടിച്ചിരിച്ചു. അയാൾക്ക് ആസ്വദിക്കാൻ വേണ്ടി മാത്രം എന്നെ അയാൾ ഭാര്യയാക്കി. പൊട്ടിച്ചിതറിയ ചില്ലു ഗ്ലാസുകൾ കൊണ്ട് അയാൾ എൻ്റെ ദേഹത്ത് ചിത്രം വരച്ചു. സ്വന്തം അച്ഛനോടും അമ്മയോടും പോലും ഒന്നും തുറന്നു പറയാൻ പറ്റാതെ ഓരോ ദിവസവും നേറി കഴിഞ്ഞു. എന്നോട് തന്നെ അറപ്പ് തോന്നുന്ന നിമിഷങ്ങൾ.
ഇനിയും തുടർന്നാൽ എൻ്റെ ശവത്തെ പോലും അയാൾ വെറുതെ വിടില്ല. ഇതല്ലാതെ വേറെ ഒരു വഴിയും എൻ്റെ മുന്നിലില്ല. ഒരു പക്ഷേ ഈ കാരണങ്ങൾ എനിക്ക് ആരോടും പറയാൻ കഴിയില്ല. എന്നാലും ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഹൃദയത്തിൽ നിന്നും പുറത്തേക്ക് വന്ന വാക്കുകൾ കൊണ്ടാവാം തനിക്ക് അനുകൂലമായ വിധി ഉറപ്പിച്ച് ആ കോടതി വരാന്ത ഇറങ്ങുമ്പോൾ ആളുകൾ ചുറ്റും കൂടി പറയുന്നുണ്ടായിരുന്നു, ന്യൂ ജനറേഷൻ പെൺപിള്ളേരല്ലേ, ഒന്നിനെ കളഞ്ഞിട്ട് വല്ലവന്മാരെയും പ്രേമിക്കാനാവും. ഇവർക്കൊക്കെ എന്തോന്ന് കുടുംബജീവിതം, തേപ്പ് തന്നെ തേപ്പ്. ആരുടെയും വാക്കുകൾ ഇനിയും എൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിന് ഒരു തടസ്സമാവില്ലെന്ന് ഉറപ്പിച്ച് ചെറു പുഞ്ചിരിയോടുകൂടി ഞാൻ മുന്നോട്ട് നടക്കുമ്പോൾ ഞാൻ ഓർത്തു, എന്തിനുമേതിനും സ്ത്രീയെ കുറ്റം പറയുന്ന സമൂഹമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ലോകം. കുടുംബജീവിതം തകരാൻ ഒരിക്കലും ഒരു സ്ത്രീ മാത്രം കാരണമാവില്ല, പുരുഷനുമാകാം. പഴി കേൾക്കാൻ എന്നും സ്ത്രീയുടെ ജീവിതം ബാക്കി. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.